ഹലോ ഗീസ് ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവിന് ഓഡിയോ മെസ്സേജ് വരുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗീതു തിരിച്ചയക്കുക, പെട്ടെന്നാട്ടത് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പെട്ടെന്ന് വീട്ടിൽ വരണം, എനിക്ക് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ട് പോകേണ്ടതെന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ വരുന്ന നീ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓഡിയോ മെസ്സേജ് അയച്ച് കളിക്കുവാണ് കേട്ടോ. ഇത് കാണുന്ന അയ്യപ്പണ്ണൻ ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ ഈ ഓരോ ട്രിപ്പായിട്ട് അയക്കുന്ന, ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു കൂടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, എടോ തനിക്കിതൊന്നും അറിഞ്ഞുകൂടാ, ഇതൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സുഖം മനസ്സിലാവുള്ളൂ എന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്ന അയ്യപ്പേട്ടൻ ഗോവിന്ദിനെ കളിയാക്കുവാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞാലും കഴിഞ്ഞില്ലേലും നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ, എൻ്റെ കല്യാണം കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ, കുഞ്ഞിൻ്റെ കഴിഞ്ഞു എന്നേ ഉള്ളൂല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഗോവിന്ദിന് ദേഷ്യം വന്നിട്ട് പറയുകയാണ്, ഞാൻ ആ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു, ഞാൻ ഇന്ന് തൊട്ട് വേറെ ആളാണ്, ഇന്ന് എന്തായാലും എൻ്റെ ഇഷ്ടം അവളോട് പറയും എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന അയ്യപ്പണ്ണം പറയും, ഇത് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി, ഇത് പറഞ്ഞത് തന്നെ എന്നിങ്ങനെ പറയുവാണ്. അത് കഴിഞ്ഞ് ഗീതു ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുവാണ്, ഞാൻ ഗോവിന്ദേട്ടനോട് പറഞ്ഞത് ഇച്ചിരി ദേഷ്യം കൂടിപ്പോയോ, ഇഷ്ടം പറയാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് അവസാനം ഇപ്പോൾ ദേഷ്യപ്പെട്ടാണല്ലോ ഞാൻ ഓരോന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ആ സമയത്ത് വിജയലക്ഷ്മി രഞ്ജുവിനെ വിളിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, ഗോവിന്ദ് അവിടെ ഉണ്ടോ, ഗീതു ഈ കാണാതെ നീ ഫോണൊന്നും കൊടുക്കുക, എനിക്ക് ഗോവിന്ദിനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കണം എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് രഞ്ജു പറയാണ്, അതെന്തിനാ, ഗീതു ഇവിടെ ഉണ്ട്, പക്ഷേ ഗോവിന്ദേട്ടൻ ഇവിടെ ഇല്ല, പിന്നെ പറഞ്ഞെന്ന് ഓർത്തെന്ന കുഴപ്പം, അമ്മ ഇങ്ങ് പോരെ, അമ്മ ഇവിടെ വന്ന് ഗോവിന്ദേട്ടനെ കണ്ട് സംസാരിക്കുക, കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാലെന്ന് പറയുകയാണ് കേട്ടോ. അല്ലെങ്കിൽ അമ്മ എന്നോട് ഞാൻ പറയാമെന്ന് പറയുമ്പം വിജയലക്ഷ്മി പറയാം, നീ അറിയേണ്ട കാര്യമല്ല, പിന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമല്ലോ എന്ന് നിനക്ക് അറിയത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് രഞ്ജു പറയാം, അതോർത്തമ്മ പേടിക്കണ്ട, അമ്മയുടെ മോളെ ഞാനെന്നുള്ള കാര്യം ഓൾറെഡി രാധികാമ്മ കണ്ടുപിടിച്ചു എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും വിജയലക്ഷ്മി ആകെ അപ്സെറ്റ് ആവുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും വിജയലക്ഷ്മി പറയാണ്, ഞാനങ്ങോട്ട് വരാം, പക്ഷേ ഞാൻ വരുമ്പോൾ തിരിച്ചെൻ്റെ കൂടെ നീയും പോരേണ്ടി വരും രഞ്ജു എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന രഞ്ജു ആകെ വിഷമിക്കുവാണ്. അത് കഴിഞ്ഞ് വിജയലക്ഷ്മി ഫോൺ വെക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, പറ്റുമെങ്കിൽ നീ അവനോട് ചെമ്പകശ്ശേരി വരെ ഒന്ന് വരാൻ പറ, ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്നൊന്ന് സൂചിപ്പിക്കുക എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്താണ് പ്രിയയും നമ്മുടെ രേഖയും കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആവുന്നത്. ആ സമയത്ത് രഞ്ജു ചോദിക്കുന്നുണ്ട്, എവിടെ പോവാ എന്നൊക്കെ രേഖ പറയുന്നുണ്ട്, വിലാസിനി ആൻറ്റിയെ കാണാൻ വേണ്ടി പോവാ എന്ന് പറയുമ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഞാനും വരാം, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പ്രിയ പറയാം, ഇത് ഞങ്ങൾ നാത്തൂമാർ പോകുന്ന, ആ കൂടെ നീ കയറി വരണ്ട എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രേഖയ്ക്ക് വിഷമം വരും. രേഖ അപ്പം പ്രിയങ്ങ് പോയി കഴിയുമ്പോൾ പറയും, മോള് നീ വിഷമിക്കേണ്ട, കുറച്ച് കഴിയുമ്പം നമ്മുടെ ഗീതു വരുന്നുണ്ട്, ഗീതുവിൻ്റെ കൂടെ പോരെന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് രഞ്ജു ഇങ്ങനെ പ്രിയനെ നോക്കിയിട്ട് പറയുകയാണ്, പറഞ്ഞു വരുമ്പോൾ നീ എൻ്റെ അനിയത്തിയായിട്ട് വരും, എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ പറ്റില്ല, നീ പക്ഷേ മാറിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയോട് തന്നെ തിരിച്ചു പോകേണ്ട വരുമല്ലോ എന്ന് പറയുകയാണ്. പിന്നെ നമ്മുടെ വരുണും രാധികാമ്മയും കൂടെ കിഷോറിനെ കാണാൻ വരുവാണ് കേട്ടോ. അപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട്, പിന്നെ ഇവൻ്റെ ബ്ലാക്ക് മെയിൽ സഹിക്കുന്നതിലും ഭേദം ഇവനെ അങ്ങ് തല്ലി കൊല്ലുന്നതല്ലേ, ആ കാശല്ലേ ചിലവ് വരുള്ളൂ എന്നൊക്കെ ചോദിക്കുവാണ്. ആ സമയത്ത് കിഷോർ വേണം, ചാവുന്ന ജന്മമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ രാധികാമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു വരുത്തുന്നേ ഞങ്ങളെ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ കിഷോർ പറയുന്നുണ്ട്, രാധികാമ്മ ടെൻഷനൊന്നും അടിക്കണ്ട, ഗീതുൻ്റെ കയ്യിൽ ആകെ രാധികാമ്മയുടെ വീഡിയോ മാത്രമേ ഉള്ളൂ, അതിപ്പം ഗോവിന്ദ് സാർ കണ്ടാലും ഒരു കാര്യം ചെയ്താൽ മതി, ഇത്രയും പറഞ്ഞേക്കുക, അപ്പോഴത്തെ ദേഷ്യത്തിനും വിഷമത്തിനും പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാം. എന്തായാലും സുവർണയുടെയും വരുണിൻ്റെയും വീഡിയോ ഇല്ല, അത് ഗീതുവിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭാര്യ പലതവണയായിട്ട് എൻ്റെ ലാപ്പിൽ നിന്ന് ആ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ടോ. അപ്പോൾ രാധികാമ്മ ചോദിക്കുന്നുണ്ട്, സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ സത്യമാണ്, എൻ്റെ കാശിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടായാൽ മതി, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും രാധികാമ്മ ചോദിക്കുകയാണ്, ഇവനല്ല ആ വീഡിയോയ്ക്കകത്ത് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ വരുൺ ആകെ ഞെട്ടുവാണ്. ആ സമയത്ത് കിഷോർ നൈസായിട്ട് ഒഴിവാക്കി വിടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അമ്മയും മോനും വഴക്കടിച്ച് നിൽക്കാതെ വീട്ടിൽ പോകാൻ നോക്കുക, എന്നിട്ട് എൻ്റെ കാശിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ തീരുമാനം ഉണ്ടാക്കുക, പിന്നെ വെറുതെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് പറയുവാണ്. ആ സമയത്ത് ഗീതു ഒരു ബണ്ടിൽ പൂവൊക്കെ മേടിച്ച് ഒരു കാർഡിൽ ഐ ലവ് യു കണ്ണേട്ടാന്നൊക്കെ എഴുതി വാർഡ്രോബിൽ വെക്കുവാണ് കേട്ടോ. എന്നിട്ടിങ്ങനെ പറയുവാണ്, ഇതൊരിച്ചിരി പഴയ രീതിയോ, എന്നാലും കുഴപ്പമില്ല, പ്രണയം പറയാൻ എപ്പോഴും പഴയ രീതിയാണ് നല്ലതെന്ന് പറഞ്ഞ് ഒരു കത്ത് എഴുതിയാലോ എന്ന് പറഞ്ഞ് ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് ഗോവിന്ദിനോട് ഇഷ്ടം പറയാൻ വേണ്ടി ഒരു കത്ത് എഴുതാൻ തുടങ്ങുവാണ് കേട്ടോ. ആ സമയത്ത് ഗോവിന്ദ് അയ്യപ്പണ്ണനുമായിട്ട് വന്നിട്ട് പറയുകയാണ്, ആ പുറകിലൊരു നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലുണ്ട്, അയ്യപ്പണ്ണ അവിടെ പോയി ഫുഡ് കഴിക്കാൻ, ഞാൻ ഗീതുവിനോടുള്ള ഇഷ്ടം പറയാൻ വേണ്ടിയിട്ട് ഒന്ന് മെൻ്റലി പ്രിപ്പയർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇറക്കി വിടുവാണ് കേട്ടോ അയ്യപ്പണ്ണെ. അത് കഴിഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ ഓർക്കുവാണ്, ഇതെങ്ങനെ ഇഷ്ടം പറയുന്നത്, ഇഷ്ടം പറയാൻ ഇച്ചിരി ന്യൂജൻ ആവുന്നേ തെറ്റൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അന്ന് ഗീതു വണ്ടിയിൽ പെൻഡ്രൈവിൽ കുറച്ച് പാട്ട് കയറ്റി തരണമെന്ന് പറഞ്ഞല്ലോ. അപ്പം പെട്ടെന്ന് ഗോവിന്ദ് അത് ഓർക്കുവാണ് കേട്ടോ. എന്നിട്ടിങ്ങനെ ചിന്തിക്കുവാണ്, ഓക്കെ അപ്പം പെൻഡ്രൈവിൽ സെറ്റാക്കാം എന്ന് പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.